നമസ്കാരം മാന്യ പ്രേക്ഷകരെ. ഇന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യനായിട്ടുള്ള പ്രസാദേട്ടന്റെ വീട്ടിലാണ് വന്നു നിൽക്കുന്നത്. പ്രസാദേട്ടനെ ഞാനും പരിചയപ്പെടുന്നത് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന സംഘടനയുടെ സേവാ പ്രവർത്തനങ്ങളും അതിന്റെ കോഴ്സുകൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുക, ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെയാണ് ഞങ്ങളുടെ പരിചയം. എൻ്റെ നാട്ടുകാരനാണ്, അയൽപ്പക്കക്കാരനൊക്കെയാണ്. പക്ഷെ ഇന്ന് അദ്ദേഹവും ഞാനും ഒക്കെ എത്തി നിൽക്കുന്നത് വ്യത്യസ്ത മേഖലകളിലാണ്. ഞാൻ ചാനൽ മേഖലയാണെങ്കിൽ അദ്ദേഹം തീർത്ഥ യാത്രകൾ സംഘടിപ്പിക്കുക എന്ന ഒരു മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ പ്രസാദേട്ടനെ എനിക്ക് അത്ര കണ്ട് പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്. അദ്ദേഹം സംഘടിപ്പിക്കുന്ന തീർത്ഥ യാത്രകളിലെ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഏതൊരു സാധാരണക്കാരനും ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേട്ടിട്ടുള്ള കഥകളിലൂടെ കേട്ടിട്ടുള്ള, അതല്ലെങ്കിൽ പുരാണങ്ങളിലൂടെ കേട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എല്ലാവരും എത്തണം. അതിന് പറ്റുന്ന രീതിയിൽ മാക്സിമം ചിലവ് കുറച്ചുകൊണ്ട് എങ്ങനെയാണ് എല്ലാവരും എത്തിക്കുക എന്ന ആ ഒരു ചിന്തയും സംസാരമൊക്കെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു ഗുണം അത് നാട്ടുകാർക്ക് കൂടി ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രസാദേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ മാന്യ പ്രേക്ഷകരിലേക്ക് വെക്കുന്നത്. അപ്പോൾ പ്രസാദേട്ടന്റെ യാത്രകളും തീർത്ഥാടന യാത്രകളുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പ്രസാദേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഏതായാലും പ്രസാദേട്ടന്റെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്തേ. ഇതെന്താ ചേട്ടാ, ഒരു നോട്ടീസ് ഒക്കെ ഉണ്ടല്ലോ ഇതില്? മധുര വൃന്ദാവന, മധുര വൃന്ദാവനയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചൗരാസി കോസ് യാത്ര, ഇതെന്താണ്? ഇപ്പൊ നിങ്ങള് തീർത്ഥ യാത്രകള് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. 24,500 വരുന്നു എന്നുള്ള കുറെ ഡീറ്റെയിൽസ് നോട്ടീസ്. ഇതെന്താ സംഭവം? പുതിയ യാത്രയാണ്? അതെ, ഇത് മധുര വൃന്ദാവന ചൗരാസി കോസ് യാത്ര. ആ, ആ. ചൗരാസി പ്രത്യേകതകൾ. ആ, കോസ് എന്ന് പറഞ്ഞാല്, ചൗരാസി എന്ന് പറഞ്ഞാൽ 84 ആ. ഹിന്ദിയിൽ പറയുന്നത്. Yes. കോസ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററിന് പറയുന്ന പേരാണ് ഒരു കോസ്. ഉം. 3 കിലോമീറ്റർ ഒരു കോസ്. ഉം. അപ്പൊ 84 × 3 ആ. സമം 252 കിലോമീറ്റർ. ഉം, 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 ഉം. അതാണ് ഉം. ചൗരാസി കോസ്. Okay. അപ്പൊ വൃന്ദാവനം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ എല്ലാവരും വൃന്ദാവന യാത്ര എന്നാണ് പറയുന്നത്. അതെ 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 അതെ. വൃന്ദാവനം ഒരു 4 കിലോമീറ്റർ ഏരിയയിലുള്ള സ്ഥലമാണ് വൃന്ദാവനം. ഉം, ഉം. ഇത് 252 കിലോമീറ്ററിന്റെ ആ. ഉള്ളിലാണ് നമ്മൾ മൊത്തം കറങ്ങുന്നത്. ചൗരാസി. ചൗരാസി Yes, yes. ചൗരാസി കോസ് എന്ന് പറഞ്ഞാൽ 252 കിലോമീറ്റർ. ഉം, ഉം, ഉം. ശരിക്കും വ്രജഭൂമി എന്നാണ് അതിന് പറയുന്നത്. വ്രജഭൂമിയിലുള്ള ചെറിയൊരു ഏരിയയാണ് ഉം, ഉം, ഉം. വൃന്ദാവനം. Okay. അപ്പൊ നമ്മൾ വൃന്ദാവനം മാത്രമല്ല കവർ ചെയ്യുന്നത്. ഉം, ഉം, ചൗരാസി കോസ് എന്ന് പറഞ്ഞാൽ ഈ 252 കിലോമീറ്ററിലുള്ള ഉം. മൊത്തത്തിലുള്ള 12 വനങ്ങൾ, വൃന്ദാവനം അടക്കം 12 വനങ്ങൾ ഉൾപ്പെടും. ഉം. തീർത്ഥങ്ങൾ ഉൾപ്പെടും. ഉം. പുണ്യപുരാതന സ്ഥലങ്ങൾ ഉൾപ്പെടും. ഉം. രാധാറാണിയും കണ്ണന്റെയും ജന്മസ്ഥലങ്ങൾ ഉൾപ്പെടും. ഉം, ഉം. പിന്നെ ബർസാൻ ഉൾപ്പെടും. ഉം. ഗോവർദ്ധനം വലം വയ്ക്കും. ഉം. പിന്നെ നമ്മുടെ ചാർധാം ഉത്തരാഖണ്ഡിലാണെന്ന് അറിയാം. ഉം, ഉം, ആ ചാർധാമിന്റെ മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഉം. രാജസ്ഥാനിലെ അലിപൂരുള്ള ഉം. ഈ ചാർധാമും ഇതിൽ ഉൾപ്പെടും. ഉം, ഉം. അതായത് കണ്ണന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഉം. മൂലസ്ഥാനം കൊണ്ട് കൊണ്ടുവന്നു എന്നാ. ഉം. കണ്ണൻ ജനിക്കുന്നതിന്റെ മുന്നേ ഉം. കണ്ണന്റെ മാതാപിതാക്കൾക്ക് ഉം. പിതാക്കൾക്ക് ഉം. വസുദേവർക്കും ഉം. ദേവകി അമ്മയ്ക്കും ഉം. വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ണി പറക്കാൻ. ഉം. അപ്പൊ അവർക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഉം. അവർ ഉണ്ണി പറക്കുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉം. ചാർധാമൊക്കെ ഒന്ന് ദർശിച്ചു വരും എന്നുള്ളത്. ഉം. അങ്ങനെ കണ്ണൻ പറഞ്ഞപ്പോൾ കണ്ണന്റെ ലീലകളിൽ മുഴുകിയിട്ട് ഇവർ ആ കാര്യം കൊണ്ട് മറന്നുപോയി. ഉം, 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 ഉം. പിന്നെ കണ്ണൻ ദ്വാരകയിലേക്ക് പോകുന്ന സമയമായപ്പോൾ ഇവർക്കും പ്രായമായി. അപ്പൊ കണ്ണനോട് പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ചാർധാമിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു പറയുമ്പോൾ കണ്ണൻ പറയാണ്, ഈ പ്രായമായ സമയത്ത് ഇനി അങ്ങോട്ട് പോകണ്ട, ഇതിന്റെ എല്ലാം ഭാരതത്തിലെ എല്ലാ സ്ഥാനങ്ങളും ഞാൻ ഇങ്ങോട്ട് വ്രജത്തിലേക്ക് എത്തിച്ചേരുന്നു. ഉം, ഉം, ഉം. ഈ അങ്ങനെ ആ ചാർധാമിന്റെ 4 സ്ഥലങ്ങളും ഇവിടേക്ക് എത്തിക്കുക. പിന്നെ അതിൽ ഗംഗോത്രി ഉണ്ട്, യമുനോത്രി ഉണ്ട്, ഹരിദ്വാർ ഉണ്ട്, പിന്നെ നമ്മുടെ വൈഷ്ണോദേവി ഉണ്ട്, അമർനാഥ് ഉണ്ട്, കേദാറുണ്ട്, ആദിബദ്രി ഉണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തിനു പറഞ്ഞാൽ നമ്മുടെ രാമേശ്വരം വരെ അവിടെ. അപ്പൊ പറയും, വ്രജം സന്ദർശിച്ചാൽ ഭാരതം മൊത്തം സന്ദർശിച്ചാൽ മാതിരിയായി എന്ന് പറയും. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് ചൗരാസി കോസ് യാത്ര. ഓക്കെ, അതാണിപ്പോ മധുര വൃന്ദാവന ചൗരാസി കോസ് കോസ് യാത്ര. ഒക്ടോബർ 4 മുതൽ 16 വരെ. അപ്പൊ 12 ദിവസം. 12ാമത്തെ ദിവസം നമ്മൾ നാട്ടിലെത്തും. ഇത് ഇപ്പൊ ഈ ഒരു മേഖലയില് പ്രസാദേട്ടൻ ഒരുപാട് വർഷമായി? എത്ര വർഷമായി? ഇല്ല, ഞാൻ ഈ മേഖലയിൽ 18 മുതലാണ് ഞാൻ ഇറങ്ങിയത്. 2018 മുതൽ. ഓക്കെ, അപ്പൊ ഏകദേശം 7 വർഷത്തോളം. 7 വർഷം. അതിൽ 2 വർഷം കൊറോണ കൊണ്ട്. ബാക്കിയുള്ള സമയത്ത് നമുക്ക് നിരന്തരം ട്രിപ്പ് ഉണ്ടായിരുന്നു. എന്റെ 19ാമത്തെ ട്രിപ്പാണ് വൃന്ദാവനം. മറ്റ് വേറെ എവിടേക്കാ? വൃന്ദാവനം പോകുന്നുണ്ട്. പിന്നെ ഹരിദ്വാർ, ഋഷികേശ്, അയോധ്യ, നൈമിഷാരണ്യം, കാശി, പ്രയാഗ്രാജ്. പിന്നെ ഹരിദ്വാർ, ഋഷികേശ്, ബദ്രിനാഥ്, പിന്നെ ജഗന്നാഥപുരി, ഒഡീഷ, കൊണാർക്ക്, ലിംഗരാജ്, നീൽമാധവ്, ദ്വാരക, സോമനാഥ്,
പിന്നെ ഖജുരാഹോ, കുരുക്ഷേത്ര, ഉം. അങ്ങനെ അജന്ത, എല്ലോറ, ഉം, ഉം, ഉം. അങ്ങനെ നമ്മള് നോർത്തിലേക്കാണ് കൂടുതൽ എനിക്ക് താല്പര്യമുള്ളത്. നോർത്ത് നമ്മൾ കൂടുതൽ ആളുകളും അങ്ങനെ സാധാരണക്കാർ എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ്. ഓ, ഓ. നമ്മളെ നാട്ടിലെ സ്ഥലങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഉം, ട്രിപ്പുകളുണ്ട്. ഉം, ഉം, നോർത്തിലേക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉം, സാധാരണക്കാരായ ജനങ്ങൾ കൂടി ഉം. എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹം കൂടി ഇതിന്റെ പുറകിലാണ്. ഇപ്പൊ ഇതില് ഒരുപാട് ട്രാവൽസുകാർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉം. അതിന് പേരെടുത്തൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല. സത്യത്തിൽ ഇത് ബിസിനസ് പരമായിട്ട് കണ്ട് ഒരുപാട് പണം ഈടാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ എല്ലാ മേഖലയിലും തട്ടിപ്പും ഉണ്ടായിരിക്കും, വെട്ടിപ്പും നല്ലതും ഉണ്ടായിരിക്കും. നമ്മളെ അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല. അതെ, അതെ. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഇപ്പൊ പ്രസാദേട്ടന്റെ ചാർജുകളൊക്കെ നോക്കുമ്പോ അത് ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന ചാർജിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് മുമ്പ് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്ര ചെറിയ ചാർജിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ എന്തായാലും കാരണം സത്യത്തിൽ? ഇല്ല, അങ്ങനല്ല. ഞാനും വളരെ സാധാരണക്കാരനാണ്. എന്റെ വലിയ ആഗ്രഹമായിരുന്നു നമ്മൾ പേപ്പറിലോ അല്ലെ മറ്റുള്ള തീർത്ഥയാത്ര ടീമുകളുടെ ഒക്കെ നോട്ടീസ് കാണുമ്പോൾ എന്നെങ്കിലും ഇവിടെയൊക്കെ സാധാരണക്കാരായ നമുക്കൊക്കെ പോകാൻ പറ്റുമോ, കൂലിപ്പണിക്കാരായ ആളുകൾക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സാധാരണക്കാരുടെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു. ഒരുപാട് പേരോരോ സ്ഥലങ്ങൾ കണ്ടു. നമ്മൾ കണ്ണന്റെ ലീലകൾ നടന്ന സ്ഥലത്ത്, ഇത് കണ്ണൻ ജനിച്ച സ്ഥലം ജന്മഭൂമിയിലൊക്കെ പോയി വരുമ്പോൾ, അല്ലെങ്കിൽ കണ്ണൻ കാളിയമർദ്ദനം നടത്തിയ സ്ഥലമൊക്കെ കാണുമ്പോൾ, ഇതാണ് ആ കദംബവൃക്ഷം എന്ന് പറയുമ്പോൾ അമ്മമാരുടെ ഒക്കെ കണ്ണിൽ വരുന്നൊരു ഒരു എന്താ പറയാ, ഒരു സന്തോഷം ഉണ്ട്. അത് നമ്മളെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. പിന്നെ ഞാൻ ആദ്യം ഇത് പോയിക്കൊണ്ടിരുന്നത് 5 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അതായത് ഒരു 2-3 വർഷം മുന്നേ വരെയൊക്കെ ഞാനത് 9 സംതിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കഴിയുന്നില്ല. ഓരോരോ വർഷം കൂടുന്തോറും റൂമിന്റെ വാടകയും വാഹനത്തിന്റെ വാടക വളരെ വലിയ വാടക. പിന്നെ അന്നൊക്കെ ഞാൻ സ്ലീപ്പറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് സ്ലീപ്പർ കഴിയില്ല. കാരണം നോർത്തിന്റെ ആളുകൾ നമ്മൾ റിസർവ് ചെയ്താണ്. നോർത്തിന്റെ ആളുകൾ ഡിച്ച് കയറി വന്നിട്ട് തറയിലൊക്കെ ഇരിക്കും, നമ്മുടെ സീറ്റിലിരിക്കും. പിന്നെ ടോയ്ലറ്റ് ചിന്തിക്കാനേ പറ്റും. അപ്പൊ നമ്മുടെ ലേഡികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രായമുള്ള ആൾക്ക് വെസ്റ്റേൺ ടോയ്ലറ്റ് വേണം. അപ്പൊ ഇപ്പൊ ഇതിലേക്ക് മാറി, AC-യിലേക്ക് മാറി. അപ്പൊ അതിന്റെ ഒരു മാറ്റമുണ്ട്. പിന്നെ ചൗരാസിക്കോസ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമല്ല ചെയ്യുന്നത്. നമ്മള് വൃന്ദാവനത്തിൽ നമ്മുടെ ഒരാശ്രമമുണ്ട്, ഒരുപാട് പേർക്ക് അറിയാവുന്ന ആശ്രമം. ആ ആശ്രമത്തിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അവരുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതൊരിക്കലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ പെട്ടെന്ന് നമ്മൾ യാത്ര 6 മണിക്കാണ്, വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരും. ഈ സമയത്ത് നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിലോ, ജസ്റ്റ് വെള്ളം തീരുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഗ്യാസ് കംപ്ലൈന്റ് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന സ്കോർപ്പിയോയിലാണ് നമ്മൾ യാത്ര, ഒരു വാഹനം ഒരു ദിവസം വരാതിരിക്കും, നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അവിടെ അവരങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ ബാക്കി ഒന്നും നമ്മൾ എല്ലാവരും ഏറ്റവും, അതായത് രാസലീല എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, അതിലുള്ള പൂക്കൾ വരെ അവർ കൊണ്ടുവരും. അതിന്റെ ടീമിനെ സെറ്റപ്പ് ചെയ്യും, എല്ലാം അവർ ചെയ്യും. നമുക്ക് സന്തോഷമായിട്ട് ഹൈ റിസ്ക് ഒഴിവാക്കാം. പിന്നെ വഴി ചോദിച്ച കാര്യം, അതായത് ഇത്രയും കുറഞ്ഞ ചാർജിൽ എന്താ, ഇത് എല്ലാ മേഖലയിലും ബിസിനസ് ഉണ്ട്. ബിസിനസ് ഇല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. കാരണം എത്ര ദിവസം നമ്മളെ കയ്യിൽ നിന്ന് കാശ് പോകാൻ പറ്റും. പല യാത്രകൾക്കും എനിക്ക് കാശിന്റെ കയ്യിൽ നിന്ന് വന്നു. കാരണം ഒരു പ്രാവശ്യം ദ്വാരക 17 പേര് ദ്വാരയ്ക്ക് ബുക്ക് ചെയ്തിട്ട്, എന്നിട്ട് ഇതിന്ന് 12 പേര് അങ്ങോട്ട് ക്യാൻസലായി. എന്ത് ചെയ്യാം, 5 പേരെ കൊണ്ട് എങ്ങനെ പോകും ദ്വാരക? പക്ഷെ ഞാൻ ഈ 5 പേരെ, ഞാനടക്കം 5 പേരെ കൊണ്ട് പോകും. ഞങ്ങൾ 5 പേര് പോകും. കാരണം അവരൊക്കെ ക്യാൻസൽ ചെയ്ത് അവരുടേതായുള്ള കാര്യങ്ങൾക്ക്. ഈ 4 പേര് ഒന്നും അറിയാത്ത ആളുകളാണ്. അവരത്രയും 4 മാസം മുന്നേ ബുക്ക് ചെയ്യും. അന്ന് മുതലേ ഇവർ ആഗ്രഹിച്ചു നിൽക്കുക ദ്വാരക പോകണം. അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3000-4000 രൂപയോളം എന്റെ കയ്യിൽ നിന്ന്. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും ചെയ്യും. ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രം നോക്കിയിട്ടല്ല. അപ്പൊ എന്റെ ഒരാശയുണ്ട്, നാരായണൻ എന്ന് പറയും, തിരൂരുള്ള ആളാണ്. അദ്ദേഹം പറയാറുണ്ട്, ആള് കുറഞ്ഞ വെച്ചാൽ ട്രിപ്പ് ക്യാൻസൽ ആവരുത്. അത് നമ്മളെ ഇതിനെ ബാധിക്കും. ആളുകളുടെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടാവും. ആള് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പോകില്ല. ഇപ്പൊ ഞാനിപ്പോ ജഗന്നാഥപുരി പോയി 4 മാസം മുന്നേ. അത് ഇതേമാതിരി 17 പേരെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ 6 പേരുണ്ടായി. അപ്പൊ ഞാൻ ആള് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശൊക്കെ ഇറങ്ങും. പക്ഷെ എങ്കിലും നമ്മളത് കൊണ്ടുപോകാറുണ്ട്. കാരണം ഈ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത്രയും ആഗ്രഹത്തിലാണ് വന്ന മുതൽ. പിന്നെ എന്റെ കൂടെ വരുന്നൊന്നും വലിയ കാശുകാരല്ല. ഇവര് അവരുടെ കഴുത്ത് കിടന്ന ചെയിന് പണയം വെച്ചിട്ടോ, വല്ല ലോൺ എടുത്തിട്ടോ, മക്കളെ അടുത്തുനിന്ന് ചോദിച്ചോ വാങ്ങിച്ചിട്ടോ, ഇങ്ങനൊക്കെയാണ്. അപ്പൊ അവർക്ക് അതുവരെ 60 ദിവസം 120 ദിവസം ഇവർ ആഗ്രഹിച്ചു വന്നിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വരുന്നൊരു ടെൻഷൻ, ഒരു സങ്കടം.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് അസാധാരണക്കാരായ ആളുകൾക്കാണ് ഭാരതത്തിൽ ഇതൊക്കെ ഉണ്ട്. ഉണ്ട്. നമ്മൾ കഥയിൽ വായിക്കുന്ന ഇപ്പം നമ്മൾ ചൗരാസിയിൽ വരുമ്പോഴേ ഇതൊക്കെ കാണാൻ പറ്റും. ഭാഗവത്തിൽ പറയുന്ന സ്ഥലങ്ങൾ മൊത്തം അവിടെ ഉണ്ട്. നമ്മൾ ഭാഗവത്തിൽ കഥയാണെന്ന് പറയും. ഇപ്പോഴും നമുക്ക് കുറെ പേർക്കൊരു ഇതുണ്ട്, കണ്ണൻ ഉണ്ടോ അല്ലെ വൃന്ദാവനം ഉണ്ടോ. വൃന്ദാവനം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ മൈസൂര് വൃന്ദാവനമൊക്കെ ഓർമ്മ. ഈ സാധനം ഉണ്ടോ, സ്ഥലങ്ങളുണ്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിയുകയും ചെയ്യണമല്ലോ. ഇവിടെയൊക്കെ വന്ന് കണ്ണന്റെ ഭൂമിയിലൂടെ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രജപത്തോടെ 7 ദിവസം വലം വെച്ച് രാസലീല നടത്തി, മഹാരാസലീലകൾ നടന്ന സ്ഥലത്തൊക്കെ ഡാൻസ് ചെയ്ത് അത് കണ്ണൻ കളിച്ച മണ്ണിലൊക്കെ രമൻ ബേത്തി അമ്മമാരൊക്കെ അത് കണ്ണൻ കളിച്ച മണ്ണ് എന്ന് പറഞ്ഞാൽ അക്രൂരൻ കണ്ണനെ കാണാൻ വരികയാണ് അവിടെ. ഗോകുലത്തിന് തൊട്ടടുത്താ അത് വരികയാണ്. അപ്പൊ കണ്ണൻ അവിടെ ഉണ്ട്, ബലറാമൻ കണ്ണനും അവിടെ ഉണ്ട് എന്ന് അറിയുമ്പോ അക്രൂരൻ വിചാരിക്കണം ഭഗവാൻ ചവിട്ടി മണ്ണിലേക്ക് ഞാൻ എങ്ങനെ കാലെടുത്ത് ചവിട്ടും എന്ന് അദ്ദേഹം ഉരുണ്ടിട്ട് പോവുകയാണ്. ഇത് നമ്മളവിടെ ചെല്ലുമ്പോൾ വല്ലാത്തൊരു വികാരം. പട്ടുപോലത്തെ മണ്ണാണ് മണല്. ഇത് ഇപ്പൊ ചൂടുകാലത്തൊക്കെ ചെന്നാല് 40-42 ഡിഗ്രി ഒക്കെ ചൂടുന്ന ചെറിയ കൊച്ചുങ്ങളെ തലയിലേക്ക് മണൽ വാരി അങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു തരി മണല് നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ മോക്ഷമാണെന്ന് പറയാം. പക്ഷെ ഇത് പറ്റില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഊർന്ന് അങ്ങോട്ട്. ഈ മഴക്കാലത്താണെങ്കിലും ചെളിയാണെങ്കിലും ചെളി ചവിട്ടിയിട്ട് നമ്മൾ കാല് കുടഞ്ഞ മണ്ണ് മൊത്തമാണ്. അതൊക്കെ ഒരു അത്ഭുതമാണ്. ഞാന് വൃന്ദാവനത്തിൽ പണ്ഡിറ്റ്ജിയോട് സംസാരിച്ചത് ചോദിച്ചു, പണ്ഡിറ്റ്ജി ഞാൻ 4 പ്രാവശ്യം വൃന്ദാവനത്തിൽ വന്നു, 5ാമത്തെ പ്രാവശ്യം വരണമെന്ന് വിചാരിക്കുന്നു. വൃന്ദാവനത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് കാണേണ്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ഏറ്റവും വലിയ വെടിക്കലാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? വൃന്ദാവനത്തിൽ ഓരോരോ തരി മണ്ണും ഭഗവാന്റെ അൽപാദം പൊതിഞ്ഞ മണ്ണ്. അതിൽ ഏത് പ്രത്യേകത ഏത് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ വൃന്ദാവനം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ദിവസവും നമ്മൾ പോകുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ ദിവസവും നമ്മൾ നിൽക്കുന്നത് വൃന്ദാവനത്തിലാണ്. കാരണം അത്രയും കാണാനുണ്ട്. 252 കിലോമീറ്ററിന്റെ ഉള്ളിൽ 5000ഓളം ക്ഷേത്രങ്ങൾ, പിന്നെ ഓരോരോ വീടും ക്ഷേത്രമാണ്. ഇതിന് പ്രായ ലിമിറ്റ് പറയുന്നുണ്ട്? ഇല്ല. നമ്മള് എന്റെ കൂടെ 6 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള ആൾക്കാർ വന്നു. അതായത് ആരോഗ്യം അനുഭവിക്കുന്ന ആർക്കും. ഇതിന്റെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് അവിടെ കൊണ്ടുപോകല, അവിടെ അവരെ കൊണ്ടുപോകല ഒന്നുമല്ല പ്രശ്നം. ട്രെയിനിന്റെ ടിക്കറ്റ്. കാരണം ഒരുവിധം എല്ലാവർക്കും ലോവർ ബർത്ത് വേണം. ഒരു താഴെ ബുദ്ധിമുട്ട് ഒന്നുമില്ല. കയറാൻ പറ്റുന്ന ആൾക്കാർ ഒറ്റയടിക്ക് പറയും എനിക്ക് ലോവർ ബർത്ത് വേണം, മേലെ കയറാൻ. നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇത് നമ്മുടെ റിസ്കിലല്ല. നമ്മൾ ലിസ്റ്റ് എഴുതി സിസ്റ്റത്തിലേക്ക് അവിടെ കൊടുക്കുന്നു. ആ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. സിസ്റ്റമാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ സീറ്റ് ആർക്കൊക്കെയാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ ഭക്തരും ഒന്നുകൊണ്ട് വിഷമിക്കില്ല. കാരണം നമ്മൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. മെഡിസിൻ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആരോഗ്യപരമായ പ്രശ്നം എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത്രയും ഫ്രണ്ട്ലിയാണ് അവിടുത്തെ ജോലിക്കാരായാലും. അവിടുത്തെ ആശ്രമം നമ്മളൊരു ആശ്രമത്തിലാണ്. ആശ്രമം അന്തരീക്ഷം, അവിടുത്തെ അന്തേവാസികളും അവിടുത്തെ ഫുഡും ഒക്കെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ അവിടെ തിരിച്ചു പോരുമ്പോ കണ്ണ് നിറയാതെ ഒരാളും വരും. അതാണ് പൂർണ്ണ സംതൃപ്തിയോടെ രാസലീലയോട് കൂടി നമുക്ക് സമാപ്തമാണ്. രാസലീല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പണ്ടത്തെ ബാലയമാണ്. കണ്ണന്റെ ജന്മം മുതൽ ഇവിടെ ദ്വാരകയിൽ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ മൊത്തം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംഗീത നാടകം എന്ന് പറഞ്ഞാൽ പറയാം. ലാസ്റ്റ് ഹോളി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ നമ്മൾക്കും പങ്കാളികളാകും. അതുവരെ നമ്മൾ കണ്ടിരിക്കുക. ഹോളിയോടുകൂടി നമ്മളെ മൈൻഡ് തുറക്കും. അതിൽ മൈൻഡ് തുറക്കാത്ത ഒരാളുടെ ഇനി അവർക്ക് തുറക്കില്ല. അതാണ് ഇത്രയും പ്രത്യേകത. അപ്പോ ഇത് പോകുന്നത് 4-ാം തീയതി ഒക്ടോബർ 4-നാണ് പോകുന്നത്. ഒക്ടോബർ 4-ന് എറണാകുളമാണ് അടിച്ചിട്ടുള്ളത്. കാരണം ഇതിനൊരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ഷൊർണൂർ ടു ഷൊർണൂരായിരുന്നു. നമുക്ക് അടുത്ത് ഷൊർണൂരാണ്. പക്ഷെ എറണാകുളത്ത് നിന്ന് വരുന്ന ആൾക്കാരെ പിന്നെ അവിടുന്ന് ഷൊർണൂർ വരെ അവർ വേറെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി വന്നാൽ അവർ ലഗേജ് മാറ്റി വെക്കണം. അപ്പൊ ഒരു എറണാകുളത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മുതൽ നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. കുറച്ച് കാശ് നഷ്ടം വരും. അപ്പ് ആൻഡ് ഡൗണിൽ ചെറിയ കാശ് അത് പോട്ടെ. എങ്കിലും നമുക്ക് അവർക്കും സുരക്ഷിതമായിട്ട് സെയിം കമ്പാർട്ട്മെന്റിൽ കയറി പോകാം. നമ്മൾ മധുരയിൽ ഇറങ്ങുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനുള്ള വാഹനം. മധുരയിൽ എത്തിയ വിശ്രമം എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. ചുരുക്കമാണ്. മധുരയിൽ നമ്മൾ 4-ന് കയറിയ 5-6 നമ്മൾ അവിടെ എത്തും. ഉച്ചയ്ക്ക് അവിടെ എത്തും. ചെന്ന് ഊണ് കഴിച്ചു അപ്പൊ തന്നെ നമ്മൾ സൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി എന്ന് പറഞ്ഞാൽ പലരും ട്രെയിൻ യാത്ര പോവാത്ത ആളുകളൊക്കെയാണ്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ കൊണ്ടുവരുന്ന ഭഗവാനെ അത്തരത്തിലെ കൊണ്ടുപോയി ഇവിടെ എത്തുന്നത് വരെ എന്തെങ്കിലും പ്രശ്നം ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് ആർക്കെങ്കിലും?
ഇല്ല, നമ്മുടെ കൂടെ ആർക്കും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഈ വരുന്ന ആൾക്കാർ മാത്രമുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് പറയുന്നത് ശ്രീധാം എന്നാണ് എന്റെ ഗ്രൂപ്പിന്റെ പേര്. ശ്രീധാം എന്ന് പറഞ്ഞാൽ വൃന്ദാവൻ തന്നെയാണ്. അപ്പൊ അതില് വൃന്ദാവനത്തിൽ എന്റെ കൂടെ യാത്ര ചെയ്ത് എല്ലാവരും അവരുണ്ട്. അപ്പൊ ഇവരും ഈ പുതുതായിട്ട് വരുന്ന ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. പുതുതായിട്ട് വരുന്ന ആൾക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാവും, പ്രധാന യാത്രയ്ക്ക് മാത്രമായിട്ട്. അവർക്ക് ഈ ഗ്രൂപ്പിൽ സംസാരിക്കാം. 90% ലേഡികളാണ്. എക്സ്പീരിയൻസ് ചോദിക്കാം. അതായത് നമ്മൾ പറയുന്നത് കേട്ടിട്ട് ആരും വരണം. അവർക്ക് ചോദിച്ചത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരോട് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ലേഡികളെ പേരൊക്കെ അതിലുണ്ട്. അവരോട് നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വിവരങ്ങൾ അറിഞ്ഞിട്ട് എന്താണോ സ്ഥിതി അറിഞ്ഞിട്ട് മാത്രം വന്നത്. അപ്പൊ ഇങ്ങനെ പോരുമ്പോ ഞാൻ ആദ്യം പറയും, മരുന്ന് കഴിക്കുന്ന ആളാണ്, മരുന്ന് എടുക്കാൻ മറക്കരുത്. അതിന്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ മറക്കരുത്. അതെ അതെ അതെ. പിന്നെ മഞ്ഞ കളറുള്ള ഒരു ലോഹം ധരിക്കരുത്. കാരണം കള്ളൻ മാല പൊട്ടിക്കുന്ന ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇങ്ങനെ പിന്നെ പുറത്തേക്ക് നമുക്ക് ട്രെയിനിൽ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മളോട് പറയാം. ഒരു കാരണവശാലും ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കാം. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് വാങ്ങിക്കാം. പിന്നെ ട്രെയിനിലെ ഫുഡ് നമ്മൾ വീട്ടിൽ നിർത്തുന്നതാണ്. എവിടെ പോകുമ്പോഴും ട്രെയിനിലെ ഫുഡ് മോശമായിരിക്കും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിർത്തും. പിന്നെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ചായ എന്ത് സാധനവും ട്രെയിനിൽ കിട്ടും. ഇനി അവർക്ക് വേണ്ട സാധനമാണോ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പുറത്ത് നമ്മളെ കൂടെ വേറെ ആരുമില്ല, ഞാൻ തനിച്ചാണ്. അപ്പൊ ഇത്രയും ദിവസത്തേക്കുള്ള ഫുഡ് എങ്ങനെയാണ്? ഇല്ല, 3 ദിവസം. 3 ദിവസം. അതായത് ഇന്ന് ഉച്ചയ്ക്ക് കയറിയ നാളെ കഴിഞ്ഞ് മറ്റേ ഉച്ചയ്ക്ക് അവിടെ. അത് സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അവര് ലെമൺ റൈസ് ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ടുപോകും. 3 ദിവസം നിൽക്കുന്ന രീതിയിലുള്ള ഫുഡ്. അതെ, AC ട്രെയിനോട് അല്ല, ഒന്നും ആവില്ല. ലെമൺ റൈസ് 3 ദിവസം ഒന്നും ആവില്ല. എല്ലാവരും അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ശുദ്ധ വെജിറ്റേറിയൻ ഉണ്ടാവും. അവിടെ നമുക്ക് സവോള വെളുത്തുള്ളി വരെ ഉപയോഗിക്കില്ല. ജൈൻ ഫുഡാണ് അവിടെ. അത്ര ശുദ്ധമായ ഫുഡായിരിക്കും. നിറഞ്ഞ ഭക്തിയോടുകൂടി മാത്രം വരിക. പ്രത്യേകിച്ച് ഒരു കാര്യോടും പറയാണ്ട്, വൃന്ദാവനം വെറുതെ കാണണം എന്നുള്ളതും ഫോട്ടോ എടുക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർ വൃന്ദാവനം വരരുത്. അവരുടെ കാശ് നഷ്ടമാണ്. കാരണം കണ്ണൻ എന്താണ്, കണ്ണന്റെ ജീവിതം എന്താണ്, വ്രജഭൂമി എന്താണ് എന്നറിയുന്ന ആൾക്കാർ കണ്ണനെ കാണാൻ വരിക. അവരൊരു കാരണവശാലും ദുഃഖിക്കേണ്ടി വരില്ല. വൃന്ദാവനം എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്ന മൊത്തം സ്ഥലമാണ്. അല്ല, വൃന്ദാവന ചെറിയൊരു ഏരിയ. പ്രേമന്ത്രി കാളിയമർദ്ദനം നടന്ന സ്ഥലം, നിധിവനം. വൃന്ദാവനത്തെ പറ്റി പറഞ്ഞാൽ നമ്മൾ 4 ദിവസം പറഞ്ഞാൽ വൃന്ദാവനം നമ്മൾ ചെല്ലും തോറും നമ്മൾ ഇപ്പോൾ ഞാൻ എന്റെ 18 പ്രാവശ്യം പോയി. 19ാമത്തെ പ്രാവശ്യം ഈ ഏപ്രിൽ 17 പോകുന്നു. സപ്താഹം അതിന് പോകുന്നു. 19ാമത്തെ 20ാമത്തെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ഫ്രഷ് ആണ് നടത്തുന്നത്. മധുരയിലേക്ക് ഞാനിപ്പോൾ ഹരിദ്വാറൊക്കെ പോകുമ്പോൾ മധുരയിൽ ട്രെയിൻ നിർത്തുമ്പോൾ 3 മണിയാവും പുലർച്ചെ. അവിടെ ഒരു സിഗ്നലിന് വേണ്ടി നിർത്തും. ജസ്റ്റ് ട്രെയിൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി അവിടെ ഒന്നും നമസ്കരിക്കാതെ ഞാൻ കയറില്ല. കാരണം വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അതാണ്, പറഞ്ഞ വാക്കുകളില്ല. എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെ അങ്ങയുടെ ഈ തീർത്ഥയാത്ര അങ്ങനെ ഒരുപാട് നാള് പൂർണ്ണ ആരോഗ്യത്തോടെ ഭഗവാനിൽ ലയിച്ചുകൊണ്ടുള്ള ആ ഒരു യജ്ഞം അങ്ങനെ തന്നെ പറയുന്നുണ്ട് അല്ലെ, തപസ്യ അല്ലെങ്കിൽ സബര്യ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ തന്നെ പോകട്ടെ. എന്തായാലും പ്രേക്ഷകരായിട്ട് ഇത്രയും വിവരം എനിക്കും പറയാനുള്ള ഇതാണ്. കാരണം വൃന്ദാവനത്തിൽ ഒരു പ്രാവശ്യം വരാം. വൃന്ദാവനമല്ല, ഭാരതത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കാണേണ്ട സ്ഥലങ്ങൾ. നമുക്ക് കാശ് അധികം ആൾക്കാരും കാശ് ഉണ്ടാവില്ല. സാധാരണക്കാരെ കാര്യമാണ് പറയുന്നത്. കാശ് നമുക്ക് കടം വാങ്ങിക്കാം, അല്ലെ മറ്റൊന്നും മാർഗത്തിലുണ്ടാക്കാം. ആരോഗ്യം ഉള്ളപ്പോ പോയാൽ അത് കിട്ടും. ആരോഗ്യം നമുക്ക് ഒരാൾക്കും ഒന്നും ചെയ്യാനില്ല. ഞാനൊക്കെ അതിന്റെ ഇരയാണ്. കാരണം എനിക്ക് ചാർധാം പോകാൻ വളരെ ആഗ്രഹമുണ്ട്. 2 പ്രാവശ്യം ബൈക്ക് ആക്സിഡന്റ് ആയി കാല് പോയി. ചാർധാം കയറാൻ വയ്യ. അപ്പൊ ആരോഗ്യം ഉള്ളപ്പോ എവിടെയെങ്കിലും പോയാൽ അത് കിട്ടും. എന്തായാലും അങ്ങേക്കും വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ജയ് ശ്രീരാം.